Hi dear students, welcome back to our new video lecturing. നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഫൈലമായിട്ടുള്ള പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ചാണ്. So the general characters of animal phylum Platyhelminthes. Platyhelminthes. That word meaning. Platy means flat. Helminth means worms. So these are flat worms. Platyhelminthes means flat worms. Flat worms വരുന്ന animal group ആണ് Platyhelminthes എന്നറിയപ്പെടുക. നോക്കാം. അപ്പോൾ ഈ Platyhelminthes എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പരന്ന വിരകൾ, flat worms. അപ്പോൾ അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ നോക്കിയാൽ they have dorsally and ventrally flattened body. ഇപ്പൊ ഇങ്ങനെയാണ് അനിമൽ എങ്കിൽ അനിമൽ ബോഡി കാണുക എന്ന് പറഞ്ഞാൽ ഇത് അനിമലിന്റെ ഡോർസൽ റീജിയനും ഇത് വെൻട്രൽ റീജിയനും ആണെങ്കിൽ they are dorsally and ventrally flat. So they have dorso-ventrally flattened body like leaf like. നമ്മൾ ഇല പോലെ കാണുന്ന ഡോർസലി വെൻട്രലി ഫ്ലാറ്റ് ആണ്. അങ്ങനെയുള്ള ബോഡിയാണ് പ്ലാറ്റിഹെൽമിന്തസിന്റെ ബോഡി. So they have dorso-ventrally ഫ്ലാറ്റ് ലീഫ് ലൈക്ക് ബോഡി. ഇനി അനിമലിന്റെ മറ്റൊരു പ്രത്യേകത, ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ബൈലാറ്ററലി സിമെട്രിക്കൽ. ബൈലാറ്ററലി സിമെട്രിക്കൽ നമ്മൾ ഇതുവരെ പഠിച്ച അനിമൽസ് എല്ലാം ഫസ്റ്റ് നമ്മൾ പഠിച്ച പോരിഫെറ അസിമെട്രിക്കൽ ആയിരുന്നു. ടീനോഫോറ പറഞ്ഞു, സീലൻഡ്രൈറ്റ്സ് വരുന്നു, അവരെല്ലാം റേഡിയലി സിമെട്രിക്കൽ ആയിരുന്നു. ഇവരാണ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഫസ്റ്റ് അനിമൽ ഗ്രൂപ്പ്. സോ ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ബൈലാറ്ററലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക്. ഫസ്റ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞവരെല്ലാം ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരുന്നു, ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സോ ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ബൈലാറ്ററലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് having organ and organ system level of organization. But they have both organ and organ system level of organization. അപ്പോൾ ഈ രണ്ട് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഓൺലി ഇൻ ദിസ് പ്ലാറ്റിഹെൽമിന്തസ്. ഇവരുടെ മാത്രം ക്യാരക്ടർ ആണ് ഈ രണ്ട് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്ന ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് ഈ പ്ലാറ്റിഹെൽമിന്തസ് ആണ്. Then these platyhelminthes are acoelomates. Acoelomates. The body cavity is absent in between body wall and alimentary canal. ഇനി നമ്മൾ ഈ പ്ലാറ്റിഹെൽമിന്തസിന്റെ ബോഡി എടുത്താൽ they have incomplete digestive system. Incomplete digestive system. ഇവിടെ മാത്രമുള്ള ഒരു ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുക. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാൻ കാരണം ഇത് അനിമലിന്റെ ബോഡിയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അലിമെന്ററി കനാൽ. നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ മെയിൻ കോമ്പണന്റ് ആണ് അലിമെന്ററി കനാൽ. ഇവിടെ ഉണ്ട് അലിമെന്ററി കനാൽ കാണുന്നുണ്ട്. മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ട്യൂബാണ് സാധാരണ അലിമെന്ററി കനാൽ. ഇവിടെയും ഈ അലിമെന്ററി കനാൽ കാണുന്നു. ഈ അലിമെന്ററി കനാലിൽ ആന്റീരിയർ മൗത്ത് ഉണ്ട്, പോസ്റ്റീരിയർ ഏനസ് ആബ്സെന്റ് ആണ്. ഇവർക്ക് ഫുഡ് എൻട്രി ചെയ്യുന്നതും വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നതും ഈ മൗത്ത് എന്ന് കൺസിഡർ ചെയ്യുന്ന ഓപ്പണിംഗ് വഴിയാണ്. സോ പോസ്റ്റർ ഓപ്പണിംഗ് ആയിട്ടുള്ള ഏനസ് ആബ്സെന്റ് ആണ്. ഇതിനാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ബിക്കോസ് അലിമെന്ററി കനാൽ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഓപ്പണിംഗ്. ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമാണ് അലിമെന്ററി കനാലിൽ കാണുക. പോസ്റ്റീരിയർ ഓപ്പണിംഗ് ആയിട്ടുള്ള ഏനസ് ഇല്ല, മൗത്ത് എന്നൊരൊറ്റ ഓപ്പണിംഗേ ഉള്ളൂ. That type of digestive system is incomplete digestive system. അപ്പോൾ ഈ പ്ലാറ്റിഹെൽമിന്തസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറയുക incomplete digestive system because their alimentary canal consists of a single opening called as mouth. Anus is absent. ഒറ്റ ഓപ്പണിംഗ് ഉള്ള അലിമെന്ററി കനാലിൽ മൗത്ത് ഒന്ന് ഓപ്പണിംഗ്, പോസ്റ്റർ ഏനസ് ആബ്സെന്റ് ആയിരിക്കും. ആ കണ്ടീഷൻ ആണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, ദെൻ പ്ലാറ്റിഹെൽമിന്തസിന്റെ നെക്സ്റ്റ് ക്യാരക്ടർ ആണ് അവരുടെ എക്സ്ക്രീഷൻ. excretion എടുത്താൽ excretion means removal of metabolic waste
മെറ്റബോളിക് വേസ്റ്റ് അവരുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ദിസ് എക്സ്ക്രീഷൻ ഈസ് പെർഫോംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ്. Excretion performed by specialized cells called as flame cells. Flame cells or protonephridia. So their excretion takes place with the help of flame cells or protonephridia. ഈ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രിഡിയ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ചെയ്യുന്ന സെല്ലുകൾ. നോക്കാം നമുക്ക് എന്താണ് ഈ ഫ്ലെയിം സെൽസ് എന്ന് പറയും. ഇതൊരു ഫ്ലെയിം സെൽ ആണെങ്കിൽ this flame cell, this is the nucleus, this one is plasma membrane, cytoplasm. ഈ സൈറ്റോപ്ലാസത്തിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ സ്ട്രക്ചർ ആണ് സീലിയ. ഫ്ലെയിം സെൽസ് എന്ന് പറയാൻ കാരണം the beating of cilia have the appearance of flame. ഫ്ലെയിം പോലെ തീ പടരുന്ന പോലെ തോന്നും ഈ ബീറ്റിംഗ് ഓഫ് സീലിയ. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലെയിം സെൽസ് എന്നൊക്കെ അറിയപ്പെടുക. So flame cells, and this is the excretory ductule. അതായത് സെല്ലിൽ നിന്നും വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്ന excretory ductule. These are called as flame cells or protonephridia. These flame cells or protonephridia are responsible for excretion this platyhelminthes. നമ്മൾ ഇതുവരെ പറഞ്ഞ ആനിമൽ ഗ്രൂപ്പിലൊന്നും ഹെഡ് എന്നൊരു റീജിയൻ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഹെഡ് ബട്ട് ഈ അനിമലിലാണ് ഫസ്റ്റ് നോക്കിയ അനിമലിന്റെ ആന്റീരിയർ റീജിയൻ ഹെഡായി ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഈ അനിമൽ ഗ്രൂപ്പിൽ വെച്ചാണ്. പ്ലാറ്റിഹെൽമിന്ഥസിലാണ് ഫസ്റ്റ് ഒരു ഹെഡ് എന്ന റീജിയൻ ഡെവലപ്പ് ആയത്. അതിനു മുമ്പുള്ള അനിമൽ നമുക്ക് ഹെഡ് എന്നൊരു റീജിയൻ ഇല്ലായിരുന്നു. സോ ഹെഡിന്റെ ഡെവലപ്മെന്റ് ഫസ്റ്റ് അപ്പിയർ ചെയ്ത ഗ്രൂപ്പും പ്ലാറ്റിഹെൽമിന്ഥസ്. സോ formation of head or the differentiation of head is called as cephalization. Differentiation of head region differentiate ചെയ്തു വരുന്ന പ്രോസസ്സിന് പറയുക cephalization. ഈ cephalization എന്ന പ്രോസസ് differentiation of head region, the cephalization first appeared in platyhelminthes. Cephalization എന്ന ക്യാരക്ടറും ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ഈ ഗ്രൂപ്പിലാണ്. ആദ്യമായി ഹെഡ് എന്നൊരു റീജിയൻ ഒരു അനിമലിന് ഡെവലപ്പ് ആയി വന്നത് platyhelminthes മുതലാണ്. So cephalization first seen in platyhelminthes. Then they have a nervous system. ഒരു nervous system കാണുന്നുണ്ട്. Their nervous system called as ladder-like nervous system. Their nervous system is ladder-like. ഈ ladder-like എന്ന് പറയാൻ കാരണം ഇവിടെ ഈ ഹെഡ് റീജിയനിൽ കുറച്ച് ഗാംഗ്ലിയോൺസ് കണക്ട് ചെയ്ത്, ഗാംഗ്ലിയോൺസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് നെർവ്, ഗ്രൂപ്പ് ഓഫ് ഗാംഗ്ലിയോൺസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ. ഇങ്ങനെ ഗാംഗ്ലിയോൺസ് കണക്ട് ചെയ്തത് ബ്രെയിൻ അറ്റാക്ക് ചെയ്യുന്നു. ഇതിൽ നിന്നും രണ്ട് നെർവ് കോഡ് എറേസ് ചെയ്യുന്നുണ്ട്. രണ്ട് നെർവ് കോഡ്. ആ നെർവ് കോഡ് പാസ് ചെയ്യുന്ന അനിമലിന്റെ വെൻട്രൽ സൈഡിലൂടെയാണ്. നെർവ് കോഡ് പാസ് ചെയ്യുന്നത് ഈ അനിമലിന്റെ വെൻട്രൽ സൈഡിലൂടെയാണ്. ഈ നെർവ് കോഡുകളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള നെർവുകളും കാണുന്നു. ട്രാൻസ്വേഴ്സ് നെർവ്. സോ ടു ഡബിൾ വെൻട്രൽ നെർവ് കോഡ് പ്രസന്റ് ഇൻ നെർവസ് സിസ്റ്റം. ഡബിൾ വെൻട്രൽ നെർവ് കോഡ് പ്രസന്റ്. രണ്ടെണ്ണമാണ്. അത് വെൻട്രൽ സൈഡിലൂടെ പാസ് ചെയ്യുന്ന നെർവ് കോഡ് ഉണ്ട് നെർവസ് സിസ്റ്റത്തിൽ. And this nerve cord are transversely connected by transverse nerves. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് നെർവുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ladder-like nervous system എന്ന് പറയുക. സോ ഇവിടെ നെർവസ് സിസ്റ്റത്തെ പറയുന്നത് they have a ladder-like nervous system. മറ്റേ നമ്മൾ ഹയർ ആനിമലുമായി കമ്പയർ ചെയ്യുമ്പോൾ poorly developed ആണ്. ഓക്കെ, ഇനി അനിമലിന്റെ മറ്റൊരു ക്യാരക്ടർ എടുത്താൽ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് platyhelminthes ആർ endoparasite. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് platyhelminthes, ഇതിനകത്ത് ഓൾമോസ്റ്റ് മെമ്പേഴ്സും നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളാണ്. സോ ദേ ആർ മോസ്റ്റ്ലി endoparasite and they have parasitic adaptations. അവർക്ക് പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഈ പാരസിറ്റിക് അഡാപ്റ്റേഷനിൽ വരുന്നതാണ്
These parasites have hooks and suckers. Parasites have hooks and suckers. Parasitic adaptation ആണ്. So ഇതൊരു animal parasite ആണെങ്കിൽ ഈ പാരസൈറ്റിന്റെ മൗത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സക്കേഴ്സ് കാണപ്പെടുന്നു. സക്കേഴ്സ് മൗത്തിന് മാത്രമല്ല അവരുടെ വെൻട്രൽ സൈഡിലും കാണും. ചില ആനിമൽസിലാണെങ്കിൽ വെൻട്രൽ സൈഡിലും കാണും സക്കർ, which help to hold on the host body. ഹോസ്റ്റ് ബോഡിയിലും ഹോസ്റ്റ് ബോഡിയുടെ സർഫസിലും അകത്തും ഒക്കെ അതിനെ ഹോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് സക്കർ. സക്കിംഗ് ഫോഴ്സിൽ അതോടെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. And they have hooks also. ഇതിനുള്ള ഹുക്സും കാണപ്പെടും. These parasites have hooks for penetration. Penetrate കയറുന്നതിന് വേണ്ടി ഹുക്സും കാണപ്പെടുന്നു. അത് പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ആണ്. So parasites have hooks and suckers. അവർക്ക് ഹുക്സും സക്കേഴ്സും കാണുന്നു ഈ പാരസൈറ്റുകൾക്ക്. Okay. And these parasites have absorptive body surface. ഇവരുടെ പ്രത്യേകത, സപ്പോസ് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ വന്നു, നമ്മുടെ ഇൻഡസ്ട്രീനിൽ വന്നു എന്ന് വിചാരിക്കും. ഈ പാരസൈറ്റ് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടെങ്കിൽ ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ അവരുടെ ബോഡി സർഫസ് വഴി, അതായത് എൻ്റയർ ബോഡി സർഫസ് വഴിയും അവരങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. അതായത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത വെച്ച ഫുഡിനെ അവരങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അവർക്ക് അങ്ങനെ ഡൈജഷന്റെ ഒരു ആവശ്യം വരുന്നില്ല. സോ ദേ ഹാവ് അബ്സോർപ്റ്റീവ് ബോഡി സർഫസ്. പാരസൈറ്റുകളുടെ പ്രത്യേകമാണ് ദേ ഹാവ് അബ്സോർപ്റ്റീവ് ബോഡി സർഫസ് which helps in the absorption of digested food from our body. നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെയുള്ള ഡൈജസ്റ്റഡ് ഫുഡിനെ അവർക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. അതൊരു പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. സോ ദേ ഹാവ് അബ്സോർപ്റ്റീവ് ബോഡി സർഫസ് ഇൻ ദിസ് പാരസൈറ്റ്. പാരസൈറ്റുകൾക്കെല്ലാം ഇങ്ങനെയുള്ള അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള ബോഡി സർഫസുകളും കാണും. ഇതും പ്ലാറ്റിഹെൽമിന്തസിന്റെ ഒരു പാരസൈറ്റിക് അഡാപ്റ്റേഷൻ തന്നെ. ഈ ഗ്രൂപ്പിലും ഈ പ്ലാറ്റിഹെൽമിന്തസിലും ഹിയർ ആൾസോ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഗ്രൂപ്പ് അങ്ങനെ തന്നെയല്ലേ, പോരിഫെറ, ടീനോഫോറ, സീലൻഡ്രൈറ്റ്സ്, അവിടെ ഒന്നും സെക്സസ് സെപ്പറേറ്റഡ് അല്ലായിരുന്നു. ഇവിടെയും സെക്സസ് സെപ്പറേറ്റഡ് അല്ല. ബട്ട് ഇവർക്ക് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രസന്റ് ആണ്. ആ രണ്ട് സെക്സ് ഓർഗനും ഒരു ഇൻഡിവിജ്വലിൽ തന്നെയാണ് കാണുക. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ സീൻ ഇൻ എ സിംഗിൾ ഓർഗാനിസം. ഒരേ ഓർഗാനിസത്തിൽ തന്നെയാണ് ഈ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണുക. സോ ഈ അനിമൽസ് എന്ന് പറഞ്ഞാൽ ഇവർ ബൈസെക്ഷുവൽ ആണ്. These platyhelminthes are bisexual. That means occurrence of both male and female sex organ in a single organism is bisexual condition or hermaphrodites. അവരെന്താണ് hermaphrodites എന്ന് പറയും. ഈ bisexual condition എന്ന് പറയുക hermaphrodites. That means occurrence of both of the sex organ, both male and female sex organ in a single organism. രണ്ട് സെക്സ് ഓർഗനും ഒരു ഓർഗാനിസത്തിൽ തന്നെ വരുന്ന കണ്ടീഷനാണ് ഹെർമാഫ്രോഡൈറ്റിസം അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുക. സോ ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ് ഓർ മോണീഷ്യസ്. മോണീഷ്യസും എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ബൈസെക്ഷൽ കണ്ടീഷൻ. ബൈസെക്ഷൽ കണ്ടീഷൻ ഓർ ഹെർമാഫ്രോഡൈറ്റ്സ് ഓർ മോണീഷ്യസ് മീൻസ് occurrence of both of the sex organ in a single organism. So in platyhelminthes also sexes are not separated. So they are bisexual or hermaphrodites or monoecious animals. Sexes separated അല്ല, രണ്ട് സെക്സ് ഓർഗനും ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ് കാണുക. Then their reproduction. ഈ അനിമലിന്റെ റീപ്രൊഡക്ഷൻ എടുത്താൽ they reproduce asexually and sexually. They reproduce asexually and sexually. Asexually reproduce ചെയ്യുന്നു, സെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ആനിമൽ ഗ്രൂപ്പ് പ്ലാറ്റിഹെൽമിന്തസ് സെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ റീജനറേഷൻ. റീജനറേഷൻ മീൻസ് നോക്കാം. This regeneration well marked in an organism of platyhelminthes called as planaria.
Planarian animal regeneration capacity well marked ആണ്. So some platyhelminthes like this planaria have high regeneration capacity. It's a type of asexual reproduction. See, suppose ഇതൊരു planaria ആണെങ്കിൽ ഇങ്ങനെ ഒരു animal planaria. ഞാനിപ്പോൾ അതിനെ കട്ട് ചെയ്തു, ഇങ്ങനെ 3 പീസായി കട്ട് ചെയ്തു ഒരു ഹെഡ് പീസ് ഉണ്ടാക്കി, ഒരു മിഡിൽ പീസും ടെയിൽ പീസും ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഹെഡ് പീസും കട്ട് ചെയ്തു, മിഡിൽ പീസും കട്ട് ചെയ്ത് മാറ്റി, ടെയിൽ പീസും കട്ട് ചെയ്ത് മാറ്റി. Here this head piece can regenerate both middle and tail piece. Middle piece can regenerate head and tail. Tail can regenerate middle piece and head region. This is regeneration. മുറിഞ്ഞു മാറുക. ആ മുറിഞ്ഞു മാറിയ സെഗ്മെന്റിൽ നിന്നും ഒരു എൻറ്റയർ ഓർഗാനിസം തന്നെ ഡെവലപ്പ് ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ പ്രോസസ്സിനെയാണ് റീജനറേഷൻ എന്ന് പറയുക. ആൻഡ് ദിസ് ഹൈ റീജനറേഷൻ സീൻ ഇൻ ദ platyhelminthes like planaria. Planaria ഒരു platyhelminth ആണ്. അവർക്ക് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ആണ്. So this regeneration is well marked in this planaria. ഇതാണ് അവരുടെ asexual reproduction method. Then sexual reproduction എടുത്താൽ നമുക്കറിയാം സെക്ഷൽ റിപ്രൊഡക്ഷൻ മീൻസ് 2 ഇൻഡിവിജ്വൽ വേണം, 2 ഗ്യാമറ്റ് വേണം, ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യണം. ബട്ട് ഇവർ ഹെർമാഫ്രോഡിറ്റ് ആണ്. ബോത്ത് ഓഫ് ദി സെക്സ് ഓർഗൻസ് ആർ സീൻ ഇൻ എ സിംഗിൾ ഓർഗാനിസം. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ഓർഗാനിസത്തിൽ തന്നെയാണ് കാണുക. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഗ്യാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും, ബോഡിക്കുള്ളിൽ വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കും. സോ ഹിയർ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ് internal fertilization. സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഗ്യാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു. അത് എവിടെയാണ്? ബോഡിക്കുള്ളിൽ വെച്ചാണ്. സോ ഹിയർ ദ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. We know after fertilization zygote is formed. Zygote form ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. Then the zygote develops into larva. Larva then develops into adult. Zygote larvaയാണ് adult ആയി മാറുന്നതെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ആണ്. So their development is indirect with many larval stages. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. മെനി ലാർവൽ സ്റ്റേജസ് ഉണ്ട് ഇവർക്ക്. നമുക്ക് ഒന്ന് 2 എക്സാമ്പിൾസ് നോക്കാം അവരുടെ ലാർവൽ സ്റ്റേജസിന്. മിറാസിഡിയം, സർക്കേറിയ, മെറ്റാസർക്കേറിയ, ഓങ്കോസ്ഫിയർ, etc. These are some larval stages of these platyhelminthes. So their development is indirect with many larval stages such as Miracidium, Cercaria, Metacercaria, Oncosphere, etc. are some of the larval stages of these platyhelminthes. These are general characters of the animal group Platyhelminthes. Okay, അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്തു. Platyhelminthes ന്റെ general characters പഠിച്ചു കഴിഞ്ഞു.